Hi guys, welcome back to Lifestyle Veda. റിലേഷൻഷിപ്പിലുള്ള മെന്നിന് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും വിമൻ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പം എന്താണ് പറയുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അതായത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്താണ് ഒരു ലോജിക്കൽ റീസണിങ് ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലപ്പോൾ പല മെന്നിനും തോന്നുന്നുണ്ടാവും. ബിക്കോസ് it's quite natural for women to talk a lot when they are stressed. അതവരുടെ സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് നാച്ചുറലി. സോ നിങ്ങൾ ഇതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലോൺ. നമ്മൾ ഒരുപക്ഷെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും ഇത് നമ്മുടെ ലൈഫിൽ മാത്രം സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടാവുക. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു വുമനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള മെന്നിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി ഗൈഡൻസസ് ഫ്രം ദിസ് ബുക്ക് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ സീരീസിലുള്ള ഇത് തേർഡ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോ വാസ് അബൌട്ട് മെൻ സൈക്കോളജി ആൻഡ് വിമൻസിനുള്ള ടിപ്പായിരുന്നു എങ്ങനെ മെൻ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഇന്നത്തെ നേരെ തിരിച്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് വിമൻ സ്ട്രെസ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോറി ത്രൂ നോക്കാം. എങ്ങനെയാണ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ മെൻ ലോജിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ വിമൻ റിയാക്ട് ചെയ്യുന്നതും മെൻ ഇമോഷണലായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വിമൻ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ മെന്നിനുള്ള കുറച്ച് ഒന്ന് രണ്ട് ബോട്ടം ലൈൻ പോയിൻറ്റ്സും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വിമൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. വിമൻ റിയാക്ട് ചെയ്യുന്നത് ഏറെക്കുറെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെയാണ്. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ അവർ ഇറലവൻ്റ് ആയിട്ടും റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. ചിലപ്പോൾ ഒരു പ്രോബ്ലം പറഞ്ഞു പിന്നെ കുറച്ച് പോസ് ചെയ്ത് പിന്നെ അടുത്ത പ്രോബ്ലത്തിലേക്ക് ജമ്പിൻ ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ഈ ഫസ്റ്റ് പറയുന്ന സെക്കൻഡ് പറയുന്ന പ്രോബ്ലമായിട്ട് ചിലപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഈ പറയുന്ന പ്രോബ്ലംസിന് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ തന്നെ ഉണ്ടാവണമെന്നില്ലാത്ത രീതിയിലെ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പം മെൻ ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റും ലോജിക്കൽ മൈൻഡ് സെറ്റും വെച്ചിട്ട് വിമൻ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അവരുടെ പ്രോബ്ലംസ് ലിസൺ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. മെൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ബിക്കോസ് അവർ ലോജിക്കൽ മൈൻഡിൽ മാത്രമായിരിക്കും തിങ്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് ഇതിന് തമ്മിലൊരു കണക്ഷൻ കിട്ടുന്നില്ല. എന്താണ് വിമൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ മെന്നിന് മനസ്സിലാവില്ല. സോ അവർ ആ ഒരു കോൺവെർസേഷനിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിത്തീരും. അപ്പോൾ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻ ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് അവരുടെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മെന്നിന് ഓഫൺ അത് ഫീൽ ചെയ്യുക അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടും മെന്നിനെ ബ്ലെയിം ചെയ്യുന്നതായിട്ടും ഒക്കെയാണ് ഫീൽ ചെയ്യുക. ആൻഡ് അവർ ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും പലപ്പോഴും മെൻ ഉണ്ടാവുക വുമൺ ഇങ്ങനെ പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞു. വുമൺ പലപ്പോഴും അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച് പറയുന്നത് അതിനൊരു സൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ആയിരിക്കില്ല. അവർക്ക് ജസ്റ്റ് അവരുടെ മൈൻഡിലുള്ള ആ ഒരു സ്ട്രെസ്ഡ് ഇമോഷൻ വെൻറ്റ് ഔട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞ് അവരുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അവരൊരു സൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ആ സമയത്ത് ഒരു മാൻ വന്നിട്ട് ഒരു ലോജിക്കൽ സൊല്യൂഷൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ വർക്ക് ആവില്ല. ഇത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അത് ടോം ആൻഡ് മേരി എന്ന് പറഞ്ഞൊരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ്. സോ ഫസ്റ്റ് ടൈം മേരി സ്ട്രെസ്ഡ് ആയിട്ട് വീട്ടിൽ വരികയാണ്. സ്ട്രെസ്ഡ് ആയിട്ട് വീട്ടിൽ വരുമ്പോൾ മേരി പറയുകയാണ് ഓഫീസിലൊന്ന് ഭയങ്കര വർക്ക് ലോഡായിരുന്നു, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല, എനിക്ക് ഒരു സ്പേസും ടൈമും ഒന്നും കിട്ടുന്നില്ല എന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയണം. അപ്പോൾ ടോം ഹസ്ബൻഡായിട്ട് ഉള്ള ക്യാരക്ടറിൻ്റെ പേരാണ് ടോം. അപ്പോൾ ടോം പറയാണ് ഓക്കെ, നിനക്ക് ടൈം കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് വർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നീ ജോബ് ക്വിറ്റ് ചെയ്തോളൂ. ആൻഡ് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ടോം സംസാരിക്കുകയാണ്. ഇവിടെ ടോം ഒരു ലോജിക്കൽ സൊല്യൂഷനാണ് ഓഫർ ചെയ്യാൻ നോക്കിയത്. ആൻഡ് ടോമിന് ആക്ച്വലി മേരിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ടോം സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ മേരിക്ക് അതങ്ങനെയല്ല ഫീൽ ചെയ്യുക. മേരിയുടെ ആ ഒരു ഇമോഷനെ നെഗേറ്റ് ചെയ്തതുപോലെയാണ് മേരിക്ക് തോന്നുക. അപ്പം മേരി പെട്ടെന്ന് റിപ്ലൈ പറയും ഓക്കെ, എനിക്ക് ആക്ച്വലി എൻ്റെ വർക്ക് ഇഷ്ടമാണ്, പിന്നെ ഞാൻ എങ്ങനെ ഇത് ക്വിറ്റ് ചെയ്യുക? സോ അവർ ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് പറ്റാഞ്ഞത് എന്ന് മേരി പറയുന്നു. അപ്പോൾ ടോം വീണ്ടും റിപ്ലൈ പറയുന്നു ഓക്കെ, നിനക്ക് ഇങ്ങനെ എല്ലാം കൂടെ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട, നിനക്ക് പറ്റുന്നത്രയും മാത്രം ചെയ്താൽ മതി, എന്തിനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മേരീൻ്റെ ആൻറ്റീനെ വിളിക്കാൻ മറന്നു എന്നുള്ള കാര്യം ടോമിനോട് പറയുന്നത്. അപ്പോൾ ടോം പെട്ടെന്ന് പറയും അത് സാരില്ല, അവർക്ക് മനസ്സിലായിക്കോളുമല്ലോ, നിനക്ക് ബിസി ആണെന്നുള്ള കാര്യം മനസ്സിലാവും എന്നുള്ള രീതി പറയും. അപ്പോൾ മേരി പറയും അതെങ്ങനെ നിങ്ങൾക്കറിയാം, അവരെന്തോരം സ്ട്രെസ്സിലൂടെയാണ് ആൻറ്റി പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ധാരണ നിങ്ങൾക്കുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ മേരി പറയും. അപ്പോഴേക്കും ടോം പറയും ഇതിനൊക്കെ ഇത്ര സ്ട്രെസ്ഡ് ആവുന്ന എന്തിനാ, നീ അനാവശ്യമായിട്ട് വെറി ചെയ്യുന്നത് കൊണ്ടാണ് നീ എപ്പോഴും അൺഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയും.
ആൻഡ് അപ്പോൾ മേരിക്ക് അത് ഭയങ്കര ട്രിഗർ ആവും. മേരി പറയും, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ അൺഹാപ്പി ആണെന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള കുറച്ച് ബാക്ക് ആൻസേഴ്സ് വരുന്നു. അവിടെ കൂടുതൽ ഫ്രസ്ട്രേഷൻ ബിൽഡപ്പായി. അപ്പോൾ മേരി ആക്ച്വലി ഓഫീസിൽ നിന്ന് റിലാക്സ് ചെയ്യാൻ ഉദ്ദേശിച്ച് വന്നാണ്, ഒരു കമ്പാനിയൻഷിപ്പ് എക്സ്പെക്ട് ചെയ്ത് വന്നാണ്. പക്ഷേ അവിടെ നിന്ന് ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് ഉണ്ടായത് നേരെ ഓപ്പോസിറ്റ് സിനാരിയോ ആണ്. ഇനി നമുക്ക് ഈ സെയിം സിനാരിയോ ഇപ്പോൾ ടോം ആക്ച്വലി ലോജിക്കൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ലോജിക്കൽ മൈൻഡിലൂടെ ആൻസർ ചെയ്തപ്പോൾ വന്നൊരു സിനാരിയോ ആണ്. ഇതിനെ ലോജിക്കൽ മൈൻഡിലൂടെ ആൻസർ ചെയ്യാണ്ട് മേരിൻ്റെ ഇമോഷൻസിനെ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ലിസൺ ചെയ്യും രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ള ഒരു ബ്രീഫ് ഇവിടെ ഓതർ പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. സെയിം സിനാരിയോ, മേരി ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, കുറേ വർക്ക് ലോഡ് ഉണ്ട്, എനിക്ക് സ്വന്തമായിട്ടുള്ള ടൈം പോലും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ടോം എന്ത് ചെയ്തു? ടോം ജസ്റ്റ് അടുത്ത് വന്നിരുന്ന് ആ മേരിൻ്റെ ആ ഇമോഷനെ നെഗേറ്റ് ചെയ്യാണ്ട് അതേ ഇമോഷനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എനിക്കൊരു ടഫ് ഡേ ആയിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കണം. അപ്പം മേരിക്ക് ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ളൊരു തോട്ടോ അല്ലെങ്കിൽ ഒരു സംസാരമോ ടോമിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. സോ മേരി പീസ്ഫുള്ളാണ്. മേരി അപ്പം മേരീൻ്റെ ബാക്കി ഇമോഷൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അവർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ലാസ്റ്റ് മിനിറ്റ് കുറേ വർക്ക്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടോം ഒന്നും സംസാരിക്കുന്നില്ല. ജസ്റ്റ് ഹീസ് സൈലൻറ്റ്. ഹി ടുക്ക് എ ഡീപ്പ് ബ്രെത്ത് ആൻഡ് ജസ്റ്റ് സാറ്റ് ദെയർ ബിസൈഡ് ഹർ. എന്നിട്ട് അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പം മേരി വീണ്ടും പറഞ്ഞു, അയ്യോ ഞാൻ എൻ്റെ ആൻറ്റീനെ വിളിക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യം പറയും. അപ്പോൾ ടോം പറയും, മറന്നുപോയോ, ഓക്കെ എന്നുള്ള രീതിയിൽ അതേ ഇമോഷൻ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ പറയുന്നു. അപ്പം മേരി പറയുന്നു, ആൻറ്റിക്ക് ആൻറ്റി കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട് ആൻറ്റിക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ടോം പറയണു, യു ആർ സച്ച് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ലെറ്റ് മീ ഗിവ് യു എ ഹഗ് പറഞ്ഞിട്ട് മേരീനെ ജസ്റ്റ് ഹഗ് ചെയ്യുന്നു. ആൻഡ് ആ ടൈമിൽ മേരി റിലാക്സസ് ഇൻ ടോംസ് ആം. ആൻഡ് മേരിക്ക് ഭയങ്കര കംഫർട്ടിങ് ആവുന്നു. ആൻഡ് മേരി പറയുന്നു, ഐ ലവ് ടോക്കിംഗ് വിത്ത് യു, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് റിലീഫാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആക്ച്വലി ടോമിൻ്റെ സൈഡിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല ഈവൻ ഇൻ ദ ഫസ്റ്റ് സിനാരിയോ. ബട്ട് നമ്മൾ ആ സൈക്കോളജിക്കൽ ഡിഫറൻസസ്, അതായത് മെന്നും വിമനും എങ്ങനെയാണ് സ്ട്രെസ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് റിലേഷൻഷിപ്പിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. കാരണം ചിലപ്പോൾ പലപ്പോഴും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഓക്കെ, സോ അതാണ് അതിൻ്റെ ബോട്ടം ലൈൻ. അപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വിമനെ എങ്ങനെ മാനിന് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പോയിൻറ്റ്സ് ജസ്റ്റ് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ വിമൻ ഇങ്ങനെ അവരുടെ സ്ട്രെസ്സിനെ കുറിച്ച് വെൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രോബ്ലം ആഫ്റ്റർ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ജസ്റ്റ് പേഷ്യൻ്റ്ലി ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. അവർ നിങ്ങളോടൊരു സൊല്യൂഷൻ ചോദിച്ചിട്ടല്ല സംസാരിക്കുന്നതെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവുക. ആൻഡ് നിങ്ങൾ അതൊന്നും ഫിക്സ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഓതർ എക്സാക്ട്ലി ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ലിസണിങ് വിത്തൗട്ട് ഫീലിംഗ് റെസ്പോൺസിബിൾ ടു സോൾവ് ഹെർ പ്രോബ്ലംസ്. അതായത് നിങ്ങൾ ജസ്റ്റ് പേഷ്യൻ്റായിട്ട് ലിസൺ ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളൊരു മൈൻഡ് സെറ്റും കൊണ്ട് ലിസൺ ചെയ്യാണ്ടിരിക്കുക. കാരണം പലപ്പോഴും അത് കുറച്ച് ക്ലിയർ പോയിൻറ്റ്സ് ഇവിടെ ഓതർ പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇത്, പിന്നെ അതുപോലെ തന്നെ ഡോണ്ട് എക്സ്പെക്റ്റ് എ ബോട്ടം ലൈൻ. അതായത് ഒരു പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അവസാനം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റിയൽ കോസ് ഉണ്ടാവും, അണ്ടർലൈൻ ഒരു ഇൻഡെപ്ത് ഉള്ളൊരു കോസ് ഉണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം വിമൻ പലപ്പോഴും സ്ട്രെസ്ഡ് ആകുമ്പോൾ പല കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും പറയുക, അവരുടെ പല മിക്സ്ഡ് ഇമോഷൻസ് ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുക. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായി ഒരു എൻഡ് ലൈൻ ഉണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു സ്ട്രെസ് കോപ്പിംഗ് മെക്കാനിസം ആണെന്ന് റിയലൈസ് ചെയ്യുക. അതായത് മെൻ ചിലപ്പം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഗെയിം കളിക്കാൻ പോകണു, അതിൽ നിന്ന് ഡിബേറ്റ് ചെയ്യണത് പോലെ തന്നെ വിമൻ അത് സംസാരിച്ച് സ്ട്രെസ്സ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുക. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുക. ആൻഡ് സൊല്യൂഷൻ കൊടുക്കേണ്ട എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ റിയലൈസ് ചെയ്യുക. ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വൈഫ് ഒരുപക്ഷെ ജോബ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ടൈമും കിട്ടുന്നില്ല, സെൽഫ് ടൈം ഒന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ്സ് പറയുമ്പോൾ ഡോണ്ട് ട്രൈ ടു ഓഫർ ലോജിക്കൽ സൊല്യൂഷൻ. ജസ്റ്റ് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ആ ഒരു ഇമോഷനെ സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് അവരെ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.
ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് കൂടുതലും ഇങ്ങനത്തെ പേഴ്സണൽ വീഡിയോസ് ആണോ, റിലേഷൻഷിപ്പ് സൈക്കോളജി എക്സ്ട്രാ കൈൻഡ് ഓഫ് വീഡിയോസ് ആണോ, അല്ലയോ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ആണോ യൂസ്ഫുൾ എന്ന് പറയുക. ഞാൻ അടുത്ത കുറച്ച് വീഡിയോസ് ഹെൽത്ത് വീഡിയോസ് ചെയ്യാൻ ആണ് പ്ലാൻസ് ഉള്ളത്. ആൻഡ് റിലേഷൻഷിപ്പ് സൈക്കോളജി ഈ മെൻ ആർ ഫ്രം മാർസ് വിമൻ ആർ ഫ്രം വീനസ് എന്നുള്ള ബുക്കിൽ നിന്നുള്ള 3 വീഡിയോസ് നമ്മളിപ്പോൾ ഒരു സീരീസ് പോലെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതായിരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള ലാസ്റ്റ് വീഡിയോ ഫ്രം ദിസ് ബുക്ക്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കാം കേട്ടോ. അതിൽ ഞാൻ ഷെയർ ചെയ്യുന്ന അതിൻ്റെ അവിടെ നിന്ന് ഇവിടുന്നുള്ള കുറച്ച് ഗ്ലിംസസ് മാത്രമല്ലേ. അപ്പോൾ ഒരു ബുക്കായിട്ട് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് ഇപ്പം ഞാൻ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തു, പക്ഷെ നമ്മളൊരു റിയൽ ലൈഫ് സിനാരിയോ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ ഫാക്ടർ മാത്രമായിരിക്കില്ല കേട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇപ്പം ഈ പറഞ്ഞ പോലെ വിമന് സ്ട്രെസ് ആകുമ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറേയൊക്കെ ഡിഫറൻസസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു അവയർനെസ്സിനാണ് ഇങ്ങനെയുള്ള വീഡിയോസ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ രീതിയിൽ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാം. അതായത് ചിലപ്പോൾ മെഡിറ്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ യോഗ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനത്തെ സൈക്കോളജിക്കൽ റിയലൈസേഷൻസ് ഹെൽപ്പ് ചെയ്തേക്കാം, ഓർ ഈവൻ ഗോയിങ് ടു തെറാപ്പിസ്റ്റ് ഹെൽപ്പ് ചെയ്തേക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. സോ എല്ലാം കൂടി നോക്കിയിട്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക ആസ് പെർ യുവർ നീഡ്സ്. ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ.